സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം മുതൽ കുറച്ച് വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണ്. എല്ലാവരും ബൈബിൾ തുറന്നു നോക്കുക, അല്ലാത്തവർ ഇരുന്ന് കേൾക്കുക. അനന്തരം അരാം രാജാവിന് ഇസ്രായേലിനോട് യുദ്ധം ഉണ്ടായി. ഇന്നിന്ന സ്ഥലത്ത് പാളയം ഇറങ്ങണം എന്നിങ്ങനെ അവർ തൻ്റെ ഭൃത്യന്മാരുമായി ആലോചന കഴിച്ചു. എന്നാൽ ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിനോട് ഇന്ന സ്ഥലത്തുകൂടി കടക്കാതിരിപ്പാൻ സൂക്ഷിക്കുക, ആരാമ്യർ അവിടേക്ക് വരുന്നുണ്ട് എന്ന് പറയിച്ചു. ദൈവപുരുഷൻ പറഞ്ഞും പ്രബോധിപ്പിച്ചുമിരുന്ന സ്ഥലത്തേക്ക് ഇസ്രായേൽ രാജാവ് ആളയച്ചു. ആ വിഷയം അറിഞ്ഞപ്പോൾ, നോക്കുക, ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ ജനമാണ്. അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്ത് വേർതിരിച്ച് ഒരു പ്രത്യേകമായ വംശത്തെ, ദൈവത്തെ അനുസരിക്കുന്നതായ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായ, വിശുദ്ധരായിട്ട് ജീവിക്കേണ്ട ഒരു ജനമായിരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ജനമായിട്ട് അവരെ വേർതിരിക്കുവാൻ ഇടയായി. എന്തുകൊണ്ടെന്നാൽ ലോകത്തിലുള്ള സകല മനുഷ്യരും പാപത്തിൽപ്പെട്ടിരുന്നു. നോഹയുടെ കാലഘട്ടത്തിൽ സകലരും വഴിതെറ്റിയിരുന്നു. അങ്ങനെ ദൈവം നോഹയെ തിരഞ്ഞെടുത്തു. എന്നാൽ വീണ്ടും ജനം വഷളായി. ലോത്തിന്റെ കാലത്ത് വഷളായിപ്പോയി. അങ്ങനെ ദൈവം ഈ വഷളായിപ്പോയ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് സത്യദൈവത്തെ ആരാധിക്കുന്ന ജനത്തെ എഴുന്നേൽപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അന്നും ഇന്നും എപ്പോഴും അതാണ്. യഥാർത്ഥമായും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല വ്യക്തികളും നാം അബ്രഹാമിൻ്റെ സന്തതികൾ അല്ല എങ്കിലും, അതായത് യഹൂദന്മാർ അല്ല എങ്കിലും, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവരായതുകൊണ്ട്, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചവരാകൊണ്ട് ദൈവത്തിൻ്റെ ജനമായി തീരുവാൻ നമ്മെ വേർതിരിക്കാനിടയായി. വേർതിരിച്ചിട്ട് ഈ ലോകം നമുക്കൊരു പേരിട്ടു. അത് ദൈവം ഇട്ട പേരല്ല, ക്രിസ്ത്യാനികൾ എന്ന്. ആരാണ് പേരിട്ടത്? അന്ത്യോക്യയിലായിരുന്നതായ കർത്താവിൻ്റെ ശിഷ്യന്മാർ. അവർ യേശുവിനെ പോലെ തന്നെ ജീവിക്കുന്നത് കണ്ടിട്ട് ക്രിസ്തുവിനെ പോലെയുള്ളവർ ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചു. അങ്ങനെ അതൊരു മതമായിട്ട്, വംശമായിട്ട് പിന്നീട് മാറാനിടയായി. ഓക്കെ, നാം എല്ലാവരും ക്രിസ്ത്യാനികളാണ്. പിന്നെ അതിനുള്ളിൽ പലതരത്തിലുള്ള ക്രിസ്ത്യാനികളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ തരത്തിലുള്ള ക്രിസ്ത്യാനി, ഈ തരത്തിലുള്ള ക്രിസ്ത്യാനി എന്നൊക്കെ പല രീതിയിൽ. എന്നാൽ അവയെല്ലാം നാം ഇട്ടതായ പേരാണ്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഉള്ളവനെന്നാണ്. ക്രിസ്ത്യാനി കലഹിക്കുന്നു, ക്രിസ്ത്യാനി മോഷ്ടിക്കുന്നു, ക്രിസ്ത്യാനി കള്ളം പറയുന്നു, ക്രിസ്ത്യാനി ചതിവ് കാണിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് ദുഃഖം തോന്നാറുണ്ട്. ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്നവൻ ഇങ്ങനെ പാപം ചെയ്താലും ശരി, യേശു ക്രിസ്തു ജീവിതത്തിൽ ഉള്ള വ്യക്തികൾ ഇങ്ങനെ പാപം ചെയ്യില്ല. ദൈവം നമ്മെ തിരഞ്ഞെടുക്കുകയും നമ്മെ വേർതിരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ലോകത്തിന് നമ്മോട് എതിർപ്പ്. നാം എന്ന് കേൾക്കുമ്പോൾ, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ആളുകളെന്ന് കേൾക്കുമ്പോൾ ഈ പിശാചിന് ഭയമാണ്. ഈ ലോകക്കാരെ നാം നോക്കിയാൽ, യഥാർത്ഥ ക്രിസ്ത്യാനികളെ നാം ജീവിച്ചാൽ അവർ ഇഷ്ടപ്പെടില്ല. എന്തുകൊണ്ടെന്നാൽ നാം ദൈവത്തിൻ്റെ പക്ഷത്താണുള്ളത്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ലോകം നിങ്ങളെ വെറുക്കുകയാണെങ്കിൽ അതിൽ അതിശയിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് മുമ്പേ അവർ എന്നെ വെറുത്തിരുന്നു എന്ന് യേശുക്രിസ്തു പറഞ്ഞ വാക്ക് മാത്രം ഓർക്കുക. നോക്കുക, ഒരു വീട്ടിലെ വീട്ടുകാരത്തി ആ സ്ത്രീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നമ്മുടെ ദേശത്ത് വീട്ടിലെ രക്ഷകർത്താവ് എന്ന് പറയുന്നതായ പുരുഷന്മാർ എന്താണ് പറയുന്നത്? നീ പ്രാർത്ഥിക്കണ്ട. ടി വിയിൽ കൂടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുകയാണെങ്കിൽ പറയും, നിർത്തൂ. എന്താണ്? എങ്ങനെയാണ് ബ്യൂട്ടീഷ്യൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ക്രീമുകളൊക്കെ വാങ്ങേണ്ടത്, എങ്ങനെയാണ് സാരികൾ പുതിയത് വാങ്ങേണ്ടത്, അതൊക്കെ നോക്കുകയാണെങ്കിൽ ഭർത്താവ് വരെ നോക്കുന്നു. അത് വാങ്ങിയിട്ട് ഭർത്താവിനെ ശല്യം ചെയ്താൽ അതൊക്കെ പിന്നെയും സഹിക്കുമെന്നാൽ ഇവിടെ എന്താണ് വായിക്കുന്നത്? ഭർത്താവിനെ അനുസരിക്കൂ, കുടുംബത്തെ നന്നായി കൊണ്ടുപോകൂ, ദൈവത്തെ ഭയപ്പെടുക, ജ്ഞാനിയായിട്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് വേണ്ട എന്ന് പറയുന്നത്? അവർ എന്നെ കാരണം കൂടാതെ വെറുക്കുവാനിടയായി. എപ്പോഴും പിശാചിനും ദൈവത്തിൻ്റെ മക്കൾക്കും തമ്മിൽ ശത്രുത ആയിരിക്കും. ഇവിടെ ഇസ്രായേലിൻ്റെ മേൽ യുദ്ധത്തിന് ചെല്ലുന്നതിന് വേണ്ടി ആരാം രാജാവ് തന്ത്രങ്ങൾ മെനയുകയാണ്. നോക്ക്, പിശാച് എത്ര വലിയ തന്ത്രശാലിയാകുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല. അവൻ്റെ തന്ത്രങ്ങൾ ഏതൊക്കെ തരത്തിലുണ്ടെന്ന് എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച് കണ്ടിട്ടുണ്ട്.
പിശാചിന്റെ തന്ത്രങ്ങളെ നാം അറിഞ്ഞിരിക്കേണ്ടതാണെന്ന് പറയുന്നു. കർത്താവെ, മീറ്റിംഗ് നന്നായിട്ട് നടക്കണം, അനേകർ കൂടി വരണം എന്ന് പ്രാർത്ഥിച്ചാൽ മഴ വരുവാൻ ഇടയാകുന്നു. കർത്താവെ, മഴ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വെയിലുണ്ടാകും. കർത്താവെ, മീറ്റിംഗിൽ നിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം, ലൈറ്റുകളെല്ലാം തെളിയണം, നമ്മൾ വെളിച്ചത്തിലാണ് ആയിരിക്കേണ്ടത്. യേശുവിനെ ആരാധിക്കേണ്ടവർ ഇടുങ്ങിയ സ്ഥലത്തിരുന്നല്ല ആരാധിക്കേണ്ടത്, വിശാലമായ സ്ഥലത്തിരുന്നാണ് അവനെ ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് എത്ര ചിലവായാലും ശരി, ഇത്രയും ക്രമീകരണങ്ങൾ ഒരുക്കി നിങ്ങളിവിടെ വന്ന് വചനം കേട്ട് ബൈബിൾ വായിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ പിശാച് തന്ത്രങ്ങൾ ഒരുക്കിക്കൊണ്ട്, ഈ ആരാം രാജാവ് വലിയൊരു തന്ത്രം ഒരുക്കിക്കൊണ്ട് ഇസ്രായേൽ ജനം അവർ പാളയത്തിലായിരിക്കുന്ന സമയം അവരെ യുദ്ധം ചെയ്ത് എല്ലാവരെയും ഒറ്റയടിക്ക് കൊന്നുകളയണം എന്ന് ഉള്ള ഒരു പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് അവൻ്റെ ദാസന്മാരെയെല്ലാം കൂട്ടിയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുറപ്പിക്കുവാനും ഇടയായി. ഇസ്രായേൽ രാജ്യത്ത് വലിയൊരു ദൈവദാസനുണ്ടായിരുന്നു, വലിയൊരു പ്രവാചകനുണ്ടായിരുന്നു. ദൈവദാസനുള്ളതായ ദേശം അനുഗ്രഹിക്കപ്പെടും. ദൈവദാസനുള്ള ആളുകൾ ഭാഗ്യവാന്മാരാണ്. ദൈവദാസൻ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. ദൈവത്തിൻ്റെ ആലോചനകൾ മനുഷ്യനോട് വന്ന് പറയുന്നവനാണ്. മനുഷ്യൻ്റെ ദുഃഖങ്ങളെല്ലാം അറിഞ്ഞിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. വെറുതെ പ്രസംഗിക്കുവാൻ എല്ലാവർക്കും കഴിയുന്നതാണ്. എന്നാൽ ദൈവത്തിൻ്റെ മനസ്സോടുകൂടി, ദൈവത്തിൻ്റെ ഇഷ്ടത്തോടുകൂടി, പാപത്തെ ഖണ്ഡിക്കുന്ന സമയത്ത് കണ്ണുനീരോടുകൂടി, നിലവിളിയോടുകൂടി, ആരും നശിച്ചു പോകാതിരിക്കേണ്ടതിന് ആത്മഭാരത്തോടുകൂടി പ്രസംഗിക്കുന്ന പ്രസംഗകരെ ഈ കാലത്ത് കാണുന്നില്ല. ദൈവപുരുഷൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ആ ഇസ്രായേൽ രാജ്യത്ത് ഒരു ദൈവപുരുഷനുണ്ടായിരുന്നു. അദ്ദേഹം ആരാണ്? ഒരുപാട് ദൈവപുരുഷന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഈ അധ്യായത്തിൽ ഏത് ദൈവപുരുഷനെയാണ് നാം കാണുന്നത്? എലീഷ. അദ്ദേഹം ആരാണ്? അദ്ദേഹം ആരാണ്? ഒന്ന് പറയുക. നിങ്ങൾ എന്നെ മറന്നാലും കുഴപ്പമില്ല, എലീശയെ മറക്കരുത്. അദ്ദേഹം ആരാണ്? എലീഷ. 10ാം ക്ലാസ് തോറ്റിട്ട് ജോലി കിട്ടാതെ ശുശ്രൂഷയ്ക്കിറങ്ങിയ വ്യക്തിയാണോ? ആണോ? അല്ല. ഒരു ജോലിയും കൂലിയും ഇല്ലാതെ ഇറങ്ങിയ വ്യക്തിയല്ല. ഒരുപാട് ഭൂസത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. 12 ഏർ കാളയെ വെച്ച് നിലം ഉഴുന്ന സമയത്ത്, ഈ കാലത്താണ് ട്രാക്ടറൊക്കെ വന്നിരിക്കുന്നത്. അന്ന് കാളയെ വെച്ച് നിലമുഴുന്ന സ്ഥലത്ത് 12 ഏർ കാളയെ വെച്ചിട്ട് നിലമുഴുകുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഭൂസത്തുണ്ടെന്നാണ്. ഒരുപാട് ആസ്തിയുള്ളവൻ, ധനവാന്റെ മകനായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വിളി വന്നതായ സമയത്ത്, ഏലിയാവ് കടന്നു വന്ന് എലീശയുടെ മേൽ പുതപ്പെട്ടതായ സമയത്ത് ബൈബിളിൽ എന്തു പറയുന്നറിയാമോ? അവൻ നേരെ ചെന്നിട്ട് അവൻ്റെ കലപ്പയൊക്കെ എടുത്ത് വെട്ടി കീറി വിറകുകളാക്കിയിട്ട് കാളയെ അറുത്തിട്ട് നാട്ടുകാർക്കെല്ലാം ആഹാരം കൊടുത്തിട്ട് ഞാൻ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകുന്നു എന്ന് പറയാനിടയായി. എന്താണ്? ഇവൻ്റെ സമ്പാദ്യമെല്ലാം വിറ്റുകിട്ടുന്ന പണം ബാങ്കിലിട്ടിട്ട് ദൈവത്തിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയ വ്യക്തിയല്ല. അവയെല്ലാം ഉപേക്ഷിച്ചിട്ട്, ഈ കാലത്ത് കല്യാണത്തിന് വിരുന്ന് കൊടുക്കും, എന്നാൽ ദൈവവേലയ്ക്ക് ഇറങ്ങുന്നതായ ഒരു വ്യക്തി എന്തിനാണ് വിരുന്ന് കൊടുക്കുന്നത്? ദൈവവേലയിൽ അത്രത്തോളം സന്തോഷമാണുള്ളത്. ദൈവം എന്നെ തിരഞ്ഞെടുത്തു എന്ന് വിചാരിക്കുമ്പോൾ അത്രത്തോളം സംതൃപ്തിയുണ്ട്. എല്ലാം ഉപേക്ഷിച്ചിട്ട് ഏലിയാവിൻ്റെ കൂടെ വന്നിട്ട് ബൈബിൾ കോളേജിൽ വന്ന് ചേർന്നു. എലീശ പഠിച്ചത് ഏത് ബൈബിൾ കോളേജിലാണ്? ഏലിയാവിൻ്റെ കൈക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വസ്ത്രം കഴുകുന്നവൻ, ആഹാരം വെച്ചു കൊടുക്കുന്നവൻ, അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണം പൊതിയെല്ലാം എടുത്ത് അദ്ദേഹത്തിന് കൂടെ പോകുന്ന വ്യക്തി. എന്നാൽ ഒരു ദൈവദാസനെ അനുഗമിച്ചാൽ മാത്രം മതി. ആ ദൈവദാസന്റെ മനസ്സ്, അതുപോലെ ആ ദൈവദാസന്റെ ആത്മശക്തി, അഭിഷേകം തനിക്ക് കിട്ടിയാൽ മാത്രം മതി എന്നാണ് അവൻ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ഏലിയാവ് കടന്നു പോകുന്ന സമയത്ത് ചോദിച്ചു, എന്താണ് നിനക്ക് വേണ്ടത്? അപ്പോഴെന്താണ് ചോദിച്ചത്? നിന്റെ മേലുള്ളതായ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം എന്ന് ചോദിച്ചു. അതുകൊണ്ട് എലീശ വലിയൊരു ദൈവപുരുഷനാണ്. ഇസ്രായേൽ രാജാവിനെ സമീപിച്ചിട്ട്, ഇതാ ആരാം രാജാവ് നിനക്കെതിരായിട്ട് തിരിഞ്ഞിരിക്കുന്നു, നിനക്കെതിരായിട്ട് അവൻ തന്ത്രം മെനഞ്ഞിരിക്കുന്നു, ഇന്ന സ്ഥലത്ത് അവർ സൈന്യമായിട്ട് കൂടി വന്നിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകരുത് എന്ന് വാർത്ത അയച്ചു. അപ്പോൾ ഇസ്രായേൽ രാജാവ് ഈ ദൈവപുരുഷന്റെ വാക്ക് കേട്ട് അവിടേക്ക് പോയില്ല. ശത്രു അവിടെ കാത്തിരിക്കുകയാണ്. അവർ വന്നാൽ ഉടൻ ആക്രമിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു. രാത്രി മുഴുവൻ കുത്തിയിരുന്നു, വെളുപ്പാങ്കാലം വരെ കുത്തിയിരുന്നു. എന്നാൽ ഇസ്രായേൽ ജനം ആ വശത്തേക്ക് പോയതേയില്ല. പിന്നീട് അവർ നിരാശയോടെ കടന്നു പോകാനിടയായി. അത് ഒരു സ്ഥലത്ത് മാത്രമല്ലായിരുന്നു, പല പല പ്രദേശങ്ങളിൽ, പല പല ഇടങ്ങളിൽ വെച്ച്
ശത്രു ആവർത്തിച്ച് അവരെ ആക്രമിക്കുവാൻ വേണ്ടി തയ്യാറെടുത്തു. എന്നാൽ പിശാചിൻ്റെ തന്ത്രങ്ങളെല്ലാം തകർന്നു പോകുവാനിടയായി. ശ്രദ്ധിക്കുക, പിശാചിന് നിന്നെക്കുറിച്ച് ചില പദ്ധതികളുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതി നിന്റെ ജീവിതത്തിൽ നടക്കാതിരിക്കാൻ പിശാചിൻ്റെ തന്ത്രങ്ങൾ നടക്കുന്നതിന് വേണ്ടി അവൻ പ്ലാനുകൾ ഉണ്ടാക്കാനിടയാകും. ദൈവത്തിൻ്റെ പദ്ധതി നിന്നെക്കുറിച്ചുള്ള വലിയ പദ്ധതികളാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? സത്യമായിട്ടും പറയുക, ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകൾ മാത്രം പറയുക. എൻ്റെ അമ്മയേക്കാൾ, എൻ്റെ അപ്പനേക്കാൾ, എൻ്റെ ഫ്രണ്ടിനേക്കാൾ, എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഭാര്യയേക്കാൾ, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനേക്കാൾ യേശുക്രിസ്തു എന്നെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. കരഞ്ഞുകൊണ്ടിരിക്കുവാനോ, രോഗത്താൽ ഭാരപ്പെടാനോ, കടബാധ്യതയിൽ അകപ്പെടാനോ, നശിച്ചു പോകണമെന്നോ ആരെക്കുറിച്ചും ദൈവം ചിന്തിക്കുന്നില്ല. എന്നാൽ എന്തുകൊണ്ടാണ് ഈ കാലത്ത് എത്രയോ പേർ കടഭാരത്തിലകപ്പെട്ടു പോകുന്നുണ്ട്? എനിക്ക് ആരോ ഒരു ഇമെയിൽ അയച്ചു തന്നു. ഞങ്ങൾക്ക് ലക്ഷങ്ങളുടെ കടബാധ്യതയുണ്ട്. ഞങ്ങൾ മാസം തോറും 10,000-ങ്ങളാണ് പലിശ അടയ്ക്കുന്നത്. എനിക്ക് ജോലിയുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് ജോലിയുണ്ട്, എൻ്റെ മകന് ജോലിയുണ്ട്, മകൾക്ക് ജോലിയുണ്ട്. എല്ലാവരുടെയും ശമ്പളം കൂട്ടുമ്പോൾ 57,000 രൂപ മാത്രമാണ് കിട്ടുന്നത്. 57,000 രൂപ കിട്ടുന്ന സമയത്ത് പലിശ അടയ്ക്കുന്നത് 70,000 രൂപയാണ്. കുറേ ലക്ഷങ്ങളുടെ കടബാധ്യതയുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞ സമയത്ത് എനിക്ക് എന്തു ചെയ്യണമെന്ന് മനസ്സിലായില്ല. എന്തുകൊണ്ട് ഇത്രയും കടം വരുത്തിവെച്ചു? നിന്റെ വരുമാനം കുറവായിരിക്കുമ്പോൾ അതിലെത്രയോ ഇരട്ടിയായ കടബാധ്യത എന്തുകൊണ്ടാണ് നീ വരുത്തിവെച്ചത്? പിശാച് നിനക്ക് പ്ലാൻ വെച്ച് തരികയാണ്. എടാ, നീ അങ്ങനെ ചെയ്താൽ, ഇങ്ങനെ ചെയ്താൽ, അങ്ങനെയൊക്കെ പ്രവർത്തിച്ചാൽ നിന്റെ ജീവിതത്തിൽ ഇത്രയും കാര്യങ്ങൾ കിട്ടും. നീ ഇത് പലിശയ്ക്ക് കൊടുക്കുക, നിനക്ക് ഇത്രയും പണം കിട്ടുകയാണെങ്കിൽ നിനക്ക് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാം, പിന്നെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നെല്ലാം അത്യാഗ്രഹം കൊടുക്കും. അങ്ങനെ എത്രയോ ആളുകൾ തകർന്നു കിടക്കുന്നുണ്ട്. ഇന്നെത്രയോ ആളുകൾ കടബാധിതരായിരിക്കുന്നു. കൈ ഉയർത്താൻ പറഞ്ഞാൽ നല്ലതല്ല, അതുകൊണ്ടാണ്. എന്നാലും എനിക്ക് വ്യക്തമായിട്ട് അറിയുവാൻ കഴിയുന്നുണ്ട്, നിന്റെ ജീവിതത്തിൽ കടബാധിത ഉണ്ടാകണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമല്ല. നിനക്ക് സമൃദ്ധി ഉണ്ടാകാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിന്റെ പാത്രം നിറഞ്ഞു കവിയുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നിന്റെ വരുമാനം നിന്റെ കാര്യങ്ങൾക്ക് ഉതകുന്നത് ആയിരിക്കണം. അല്ലാതെ മാസാവസാനമാകുമ്പോഴേക്കും 10 പൈസ പോലും കയ്യിൽ എടുക്കുവാനില്ലാത്തതായ അവസ്ഥയിൽ ഉണ്ടായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിന്റെ ജീവിതത്തിൽ കടബാധ്യതകൾ ഉണ്ടാകാതെ നിന്റെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകുവാൻ, അനുഗ്രഹമുണ്ടാകാനാണ് കർത്താവ് നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന് നീ എന്തു ചെയ്യണം? ശ്രദ്ധിക്കുക, പിശാചിൻ്റെ പ്ലാൻ നീ തിരിച്ചറിയുന്നില്ല. പിശാചിൻ്റെ ഉദ്ദേശങ്ങളെയും അവൻ്റെ വഞ്ചനയെയും നീ ഗ്രഹിക്കുന്നില്ല. ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി ദൈവത്തിൻ്റെ ഇഷ്ടത്തെ മനസ്സിലാക്കുന്നില്ല. ഒരുപക്ഷെ നിനക്ക് സ്വയം ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുവാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ദേവദാസിൻ്റെ അടുക്കൽ ചെന്ന് നിന്റെ വിഷയങ്ങളെല്ലാം പറഞ്ഞ് ജനം കടബാധിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ദേവദാസിൻ്റെ അടുക്കൽ വരും. എന്നാൽ കടം വാങ്ങുന്നതിന് മുൻപ് ഇത് കടം വാങ്ങണമെന്ന് ചോദിച്ചു വരുമോ? എന്നോട് ആരും ചോദിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ ഹിതപ്രകാരം വീട് പണിയുക, ദൈവഹിതപ്രകാരം വിവാഹം കഴിപ്പിക്കുക. ഒരാൾ പറഞ്ഞു, ഇത്രത്തോളം കടം വന്നതിൻ്റെ കാരണം 3 വിവാഹം നടത്തി കൊടുത്തെന്ന്. എങ്ങനെയാണ് കടം ഉണ്ടായത്? അപ്പോൾ പിന്നെ കല്യാണം നടത്തണ്ടേ? കല്യാണം നല്ല ഗ്രാൻഡായിട്ട് നടത്തണം. എങ്ങനെയാണ്? ആ ഒരു ദിവസത്തേക്ക് മാത്രം എല്ലാ ക്രമീകരണങ്ങളും, എല്ലാവരും വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ട് പോകണം. പിന്നീട് ഇവർക്ക് കടം കയറി ഇവർ പട്ടിണി കിടക്കേണ്ടി വരും. എന്തിനാണ് ഇത്രയും ആർഭാടം? വിവാഹ ചിലവിന് വേണ്ടി മുടക്കുന്നതായ പണം അവർക്ക് എന്തെങ്കിലും ആദായത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ആ ചെറുക്കനും പെണ്ണിനും അത് പ്രയോജനകരമാകും. ഒരു ദിവസത്തെ ആഡംബരത്തിന് വേണ്ടി ജീവിതകാലം മുഴുവനും കഷ്ടത അനുഭവിക്കുന്നു. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ അറിയുക. നീ ഇല്ലായ്മയിൽ കിടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നീ അത് മനസ്സിലാക്കാതെ നിന്റെ ജീവിതത്തെ വൃഥാവാക്കി കളയുകയാണ്. പലരും വന്ന് പറയുന്നുണ്ട്, എനിക്ക് അൾസറാണ്, എൻ്റെ വയറ് നിറച്ച് അൾസറാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായത്? എൻ്റെ വയറ്റിലെപ്പോഴും എരിച്ചിലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്? എൻ്റെ അനുജത്തെ കണ്ടാൽ എനിക്ക് അങ്ങനെയാണ്. കൂടപ്പിറപ്പിനെ കാണുമ്പോൾ നിനക്കെന്താണ് സങ്കടം തോന്നുന്നത്? അവൾക്ക് നല്ലൊരു കുടുംബജീവിതമുണ്ട്, അവൾക്ക് എല്ലാവിധമായ സൗകര്യങ്ങളുമുണ്ട്. എനിക്കാണെങ്കിൽ ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം അവൾ വലിയൊരു സ്വർണ്ണമാല മേടിച്ചു. അത് കണ്ടതിൽ പിന്നെ എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ വയറ്റിൽ മൊത്തം എരിച്ചിലാണ്. എന്താണ്? അസൂയയും വെറുപ്പും ആരോഗ്യത്തെ നശിപ്പിക്കും. BP എന്ന് കേട്ടിട്ടില്ലേ? രക്തസമ്മർദ്ദം. നിന്റെ ഹൃദയത്തിൽ സമാധാനമില്ലാതിരിക്കുമ്പോൾ നിന്റെ അകത്തുള്ള രക്തം തിളച്ചു മറിയുവാനിടയാകും. അവസാനം അതിൻ്റെ ശക്തി നഷ്ടപ്പെടും. നിന്റെ ശത്രുക്കളോട് ക്ഷമിക്കുക,
മറ്റുള്ളവരോടൊപ്പം സന്തോഷിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക. ദുഃഖിക്കുന്നവരോടൊപ്പം ദുഃഖിക്കുക. മറ്റുള്ളവർക്ക് സമൃദ്ധിയുണ്ട്, അതിൽ ആനന്ദിക്കുക. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നന്മ കണ്ടാൽ അത് ഓർത്ത് സന്തോഷിക്കുക. എന്തിനാണ് നീ ദുഃഖിക്കുന്നത്? നീ ദുഃഖിച്ചതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നിനക്ക് ചെയ്യുവാനായിട്ട് കഴിയുമോ? ആകുലപ്പെട്ടതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നിനക്കെന്തെങ്കിലും വേണമെങ്കിൽ ദൈവത്തോട് ചോദിക്കുക, അല്ലാതെ മറ്റുള്ളവരെ കണ്ടിട്ട് അസൂയപ്പെടരുത്. നീ ചെയ്ത പാപം നിമിത്തമാണ് നിന്റെ ജീവിതത്തിൽ വേദനയും സങ്കടവും നിരാശയും ഉണ്ടായിരിക്കുന്നത്. ദൈവം ഒരിക്കലും ഒരു വ്യക്തിയുടെ ജീവിതത്തിലും ദോഷം സംഭവിക്കുന്നതിന് വേണ്ടി അനുവദിക്കുന്നതായ ഒരുവൻ അല്ല. ഇസ്രായേൽ ജനമെന്ന ദൈവപുരുഷന്റെ വാക്കിനെ അനുസരിക്കുവാനിടയായി. അതുകൊണ്ട് ശത്രുവിന്റെ കയ്യിൽ അവർ ഏൽപ്പിക്കപ്പെട്ടില്ല. ദൈവവചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ദൈവദാസന്മാരിൽ കൂടി കേൾക്കുമ്പോൾ, ടി വിയിൽ കൂടി വരുന്നതായ ദൈവത്തിന്റെ വചനങ്ങൾ, മാധ്യമങ്ങളിൽ കൂടി വരുന്നതായ ദൈവത്തിന്റെ വചനങ്ങൾ, ഞായറാഴ്ച നിങ്ങളുടെ ആരാധന മധ്യയിൽ നിങ്ങൾ കേൾക്കുന്നതായ വചനങ്ങൾ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ പിശാച് നിങ്ങളുടെ മേൽ കൊണ്ടുവരുന്നതായ സകല തന്ത്രങ്ങളെയും അറിയുവാൻ കഴിയും. അങ്ങനെ അവന്റെ തന്ത്രങ്ങളിൽ നിന്ന്, നാശത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ കഴിയും. ആരാം രാജാവ് ഈ വാക്ക് കേട്ടതായ സമയത്ത് അതിശയം തോന്നി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? നമ്മുടെ പദ്ധതികളെല്ലാം അവർ മനസ്സിലാക്കുന്നു. നാം എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അവർ അതിനു മുൻപ് തന്നെ മനസ്സിലാക്കി ഇത് തീർച്ചയായും ആരോ പറഞ്ഞു കൊടുക്കുന്നതാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള ആരോ ഒരാൾ നമ്മുടെ രഹസ്യങ്ങളെല്ലാം ചോർത്തിയിട്ട് അവിടെ ചെന്ന് ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ന സംശയം വന്നു. അപ്പോൾ എന്താണ് പറഞ്ഞത്? അവിടെ കൂടിയിരുന്ന ഒരാൾ ഇത് ഹേതുവായി ആരാം രാജാവിന്റെ മനസ്സ് ഏറ്റവും കലങ്ങി അവൻ ഭൃത്യന്മാരെ വിളിച്ചു. നമ്മുടെ കൂട്ടത്തിൽ ഇസ്രായേൽ രാജാവിന്റെ പക്ഷക്കാരൻ ആരെന്ന് നിങ്ങൾ പറഞ്ഞു തരികയില്ലയോ എന്ന് ചോദിച്ചു. അവന്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ, യജമാനനായ രാജാവേ, കാര്യം അങ്ങനെയല്ല. നീ ശയനഗൃഹത്തിൽ സംസാരിക്കുന്ന വാക്കുകൾ ഇസ്രായേലിലെ പ്രവാചകനായ എലീശ ഇസ്രായേൽ രാജ്യത്തിലെ പ്രവാചകനായിരിക്കുന്നതായ എലീശ നിങ്ങളുടെ അന്തഃപുരത്തിൽ, അന്തഃപുരം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് അറിയാമോ? അന്തഃപുരം എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ആരും അവിടേക്ക് കടക്കുവാൻ അനുവാദമില്ല. ഇന്നർ സർക്കിൾ. ആ ശയനഗൃഹത്തിൽ സംസാരിക്കുന്നതായ വാക്കുകൾ ആരറിയുന്നു? ഇസ്രായേലിലെ പ്രവാചകൻ മനസ്സിലാക്കുന്നു. അദ്ദേഹമാണ് ചെന്നിട്ട് രാജാവിനോട് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇത് എങ്ങനെയാണ് സാധിക്കുന്നത്? ഹൃദയരഹസ്യങ്ങൾ അറിയുന്നവൻ ദൈവമാകുന്നു. ദൈവം ആ പ്രവാചകന് ഹൃദയരഹസ്യങ്ങൾ അറിയാനുള്ളതായ ശക്തിയെ കൊടുത്തു. ദൈവം നിന്നോട് സംസാരിക്കും. ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ചാൽ വലിയവനാകും. ദൈവത്തിനറിയാം നിന്റെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ. ദൈവദാസനറിയില്ലായിരിക്കാം, മനുഷ്യർക്കറിയില്ലായിരിക്കാം, ആർക്കും അറിയില്ലായിരിക്കാം. ആർക്കും അറിയില്ല. നമ്മുടെ ഹൃദയത്തിലെ രഹസ്യങ്ങൾക്ക് ആർക്കാണ് അറിയാൻ കഴിയാവുന്നത്? നിങ്ങൾ ഡോക്ടറിന്റെ അടുക്കൽ പോയിട്ടുണ്ടോ? അദ്ദേഹം നെഞ്ചിൽ സ്റ്റെതസ്കോപ്പ് വെച്ച് ചെക്ക് ചെയ്യുമല്ലോ. ശ്വാസം വലിച്ചുവിടാൻ പറയില്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലായി ഒന്നിനും കൊള്ളാത്തൊരു ഡോക്ടറാണ്. അപ്പോൾ എന്താണ് നിങ്ങൾ അങ്ങനെ വിചാരിച്ചത് എന്ന് ചോദിക്കുമോ? ഇല്ല. അദ്ദേഹത്തിന് ശരീരം പരിശോധിക്കാനല്ലാതെ നിങ്ങളുടെ മനസ്സിൽ എന്ത് നടക്കുന്നു എന്നറിയുവാൻ കഴിയില്ല. നാം പലപ്പോഴും ഇത് മനസ്സിലാക്കുന്നില്ല. നിന്റെ ഹൃദയത്തിലെ വിഷയങ്ങൾ നിനക്കറിയാം, അതുപോലെ നിന്റെ ദൈവത്തിനും അറിയാം. ജാഗ്രത, പിശാചിനും അറിയാം, മറ്റാർക്കും അറിയില്ല. കണ്ടില്ലേ? നിന്റെ മനസ്സിലുള്ളതായ വിഷയങ്ങൾ നിനക്കറിയാം, മനുഷ്യാത്മാവിനറിയാം. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്നാൽ നമ്മുടെ മനസ്സിൽ നടക്കുന്നതായ സംഭവങ്ങൾ നമ്മുടെ നെറ്റിലൊരു TV സ്ക്രീനുമായി ഘടിപ്പിച്ചിട്ട് ഒരു LED വെച്ചിട്ട് നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്നതൊക്കെ ആ സ്ക്രീനിൽ തെളിയുകയാണ് എങ്കിൽ നല്ല രസമായിരിക്കും അല്ലേ? ആണോ? നീ നല്ലൊരു സാരിയൊക്കെ ഉടുത്ത് വരുന്നതായ സമയത്ത് ആരെയൊക്കെയെങ്കിലും അത് കാണിച്ചിട്ട് നല്ലതാണെന്ന് പറയിപ്പിക്കണം. നീ കണ്ണാടിയിൽ നോക്കിയിട്ട് വളരെ സന്തോഷിച്ച് വരുന്നതായ സമയമാണല്ലോ. എന്നാലും മറ്റുള്ളവരെ കൊണ്ട് പറഞ്ഞു കേൾക്കണം. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, എങ്ങനെയുണ്ട് സഹോദരി? അപ്പോഴവർ പറയും വളരെ നന്നായിരിക്കുന്നുവെന്ന്. എന്നാൽ മനസ്സിൽ കരയുകയാണ്. അത് മുകളിൽ കാണാനിടയാകും. മനസ്സിൽ എന്താണ് വിചാരിക്കുന്നത്? പിന്നെ അതാണ് വലിയ കാര്യം. എന്നാൽ പുറമെ എന്താണ് പറയുന്നത്? നല്ലതാണെന്ന്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് ആ മുകളിൽ TV സ്ക്രീനിൽ കാണാനിടയാകും. ഉള്ളിലൊന്ന് ചിന്തിക്കുന്നു, പുറമെ മറ്റൊന്ന് പറയുന്നു. മനസ്സിലൊന്ന് ചിന്തിക്കുന്നു, പുറമെ മറ്റൊന്ന് വെളിപ്പെടുത്തുന്നു. അങ്ങനെയുണ്ടെങ്കിൽ ലോകം മുഴുവൻ തകിടം മറിഞ്ഞു പോകുവാനിടയാകും. മനുഷ്യർ പരസ്പരം ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യും. പിന്നെ കോടതിയും വക്കീലും ജഡ്ജും ഒന്നും തന്നെ ആവശ്യമായി വരില്ല. അവരുടെ തെറ്റുകൾ തന്നെത്താൻ വെളിപ്പെട്ടു വരാനിടയാകും. അങ്ങനെയുള്ള കാര്യം ദൈവസന്നിധിയിൽ സംഭവിക്കുന്നു. നീ മനസ്സിലെന്താണ് വിചാരിക്കുന്നത് അത് ദൈവം കാണുന്നു. നീ വായ്കൊണ്ട് പറയുന്നതും ദൈവം കാണുന്നുണ്ട്. ബൈബിളിൽ നമുക്ക് യെരോബെയാം എന്ന രാജാവിനെ കാണാം.
യൊരോബെയാമിനോട് ദൈവദാസൻ പറഞ്ഞു, അങ്ങ് രാജാവായിട്ട് മാറുമെന്ന്. നീ രാജാവാവുകയും പിന്നീട് ഇസ്രായേലിനെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുമെന്ന് ആദ്യമേ പറഞ്ഞു. അങ്ങനെ യൊരോബെയാം രാജാവായതിനു ശേഷം തൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിച്ചു. വിഗ്രഹാരാധനയ്ക്ക് ഇടം കൊടുത്തു. അവൻ്റെ മകന് ബോധം നഷ്ടപ്പെടുവാൻ ഇടയായി. തൻ്റെ ഭാര്യയോട് പറഞ്ഞു, നീ വേറൊരു സ്ത്രീയുടെ വേഷം ധരിച്ചുകൊണ്ട് എങ്ങനെയാണ് പോകേണ്ടത്? യഥാർത്ഥത്തിൽ നീ രാജ്ഞിയായിട്ടല്ലാതെ വേഷം മാറിക്കൊണ്ട് ഒരു വിധവയുടെ വേഷത്തിലോ പ്രായമുള്ള ആളിൻ്റെ വേഷത്തിലോ വേഷം മാറിക്കൊണ്ട് ദേവദാസിൻ്റെ അടുക്കൽ ചെന്നിട്ട് മകൻ്റെ കാര്യം എന്താണെന്ന് അന്വേഷിച്ചു വരാൻ വേണ്ടി പറഞ്ഞയച്ചു. ആ രാജ്ഞിയായ സ്ത്രീ ദേവദാസിൻ്റെ അടുക്കൽ വന്നപ്പോഴേക്കും പ്രവാചകനോട് ദൈവം പറഞ്ഞിരുന്നു, യൊരോബെയാമിൻ്റെ ഭാര്യ വേഷപ്രച്ഛന്നയായിട്ട് നിന്റെ അടുക്കലേക്ക് ഇപ്പോൾ വരുന്നുണ്ട്. അവരോട് നീ കഠിനമായിട്ട് സംസാരിക്കണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ അവരോട് നീ പറയണമെന്ന് പറഞ്ഞു. സത്യത്തിൽ ഞങ്ങളെപ്പോലെയുള്ള ദൈവദാസന്മാർക്ക് ആരെയും ശപിക്കുവാനോ ആർക്കും ദോഷം വരുവാനോ ഉള്ള ആഗ്രഹം ഉണ്ടാകില്ല. എന്നാൽ ചില സമയത്ത് ദൈവം ചില കഠിനമായ വാക്കുകൾ ഞങ്ങളിൽ കൂടി ദൈവം പറയിക്കാനിടയാകും. എന്തുകൊണ്ടെന്നാൽ ദൈവം നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ദീർഘം ആക്കാൻ പറ്റും. ദീർഘക്ഷമയുള്ളവനായ ദൈവമാണവൻ. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ 30 വർഷമായിട്ട് 40 വർഷമായിട്ട് 50 വർഷമായിട്ട് അവൻ ദീർഘക്ഷമയുള്ളവനായിരിക്കുന്ന ദൈവമായിരിക്കാം. എന്നാൽ അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ. ഒരു ക്ഷണം നാം കൈവിടപ്പെട്ടു പോയാൽ നമ്മുടെ കഥ കഴിയും. ആക്സിഡന്റ് കണ്ടിട്ടില്ലേ? ഒരു ക്ഷണത്തിൽ ടപ്പേന്ന് വേണ്ടിയിരിക്കും. ആ ഇടിക്കുന്ന ഒറ്റ ക്ഷണം കൊണ്ട് തന്നെ സകലതും തകരുവാനിടയാകും. അവൻ്റെ ശരീരത്തിന് എന്തു സംഭവിക്കുമെന്ന് ആർക്കും പറയുവാൻ കഴിയത്തില്ല. ഒരു ക്ഷണം നമ്മെ ദൈവം ഉപേക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ കഥ കഴിഞ്ഞു പോകും. എന്നാൽ ദൈവം നമ്മെ ശപിക്കാതെ ഇവൻ മാറും, മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞ ദീർഘക്ഷമയുള്ളവനായി ഇരിക്കുകയാണ്. അവൻ നമ്മെ സ്നേഹിക്കുന്നു. ഈ അഹ്യാ പ്രവാചകൻ യൊരോബെയാമിന്റെ ഭാര്യയോട് പറഞ്ഞു, അവൾ വേഷമൊക്കെ മാറി ഒരു വിധവയെ പോലെ വേഷം ധരിച്ച് വാതിൽക്കൽ വന്നിങ്ങനെ നിൽക്കുകയാണ്. അകത്തേക്ക് ചുവടുവെക്കുന്നതിന് മുൻപ് തന്നെ യൊരോബെയാമിന്റെ ഭാര്യയെ എന്ന് വിളിച്ചു. അപ്പോൾ തന്നെ, ഞാൻ വേഷം മാറിക്കൊണ്ടാണ് ഇവിടേക്ക് വന്നത്, ഞാനാണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? ദൈവം പറഞ്ഞു. നിന്നോട് കഠിനമായി സംസാരിക്കാൻ ദൈവം പറഞ്ഞു. അതുകൊണ്ട് നീ തിരിച്ചു ചെല്ലുമ്പോഴേക്കും നിന്റെ മകൻ മരിച്ചിരിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവൾ തിരിച്ചു ചെന്നപ്പോഴേക്കും അവളുടെ മകൻ മരിച്ചിരുന്നു. എപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കപടവേഷവുമായി വരരുത്. ദൈവദാസന്മാരെ അല്ല, ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ, ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ, ആലയത്തിൽ കടന്നു വരുമ്പോൾ അവിടെ കപടവേഷമുള്ളവർക്ക് ക്ഷമ ലഭിക്കില്ല. എത്ര വലിയ പാപം ചെയ്തവനോടും കർത്താവ് ക്ഷമിക്കുമെന്നാൽ കപടവേഷക്കാരോട് ദൈവം ക്ഷമിക്കില്ല. യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ വേശ്യകളോടും ദുർമാർഗികളോടും കള്ളന്മാരോടും ക്ഷമിക്കുവാനിടയായി. ചുങ്കക്കാരോടും പാപികളോടും അനേകം പേരോട് ക്ഷമിച്ചു. എന്നാൽ പരീശന്മാരോടും ശാസ്ത്രിമാരോടും എന്താണ് പറഞ്ഞത്? സർപ്പസന്തതികളെ, കപടവേഷക്കാരെ, നിങ്ങളുടെ ജീവിതം പുറമേ വെള്ളപൂശിയിരിക്കുന്ന ശവക്കല്ലറ പോലെയാകുന്നു. നിങ്ങൾ പുറമേ വെള്ള വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് ന്യായപ്രമാണമൊക്കെ വ്യക്തമായിട്ട് ഉപദേശിക്കുന്നു, എന്നാൽ നിങ്ങളുടെ അകം ദോഷമായി തീർന്നിരിക്കുകയാണ്. ആ പരീശന്മാരിൽ നിക്കോദിമോസും അതുപോലെ തന്നെ അരിമത്തിക്കാരനായ യോസേഫും അല്ലാതെ മറ്റാരും തന്നെ രക്ഷിക്കപ്പെട്ടിട്ടില്ല. അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് മുമ്പേ വേശ്യകളും ചുങ്കക്കാരും സ്വർഗരാജ്യത്തിൽ കടക്കുമെന്ന്. നീ എത്ര വലിയ പാപിയാണെങ്കിലും കുഴപ്പമില്ല, നീ ഉള്ളതുപോലെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരിക. ചില ആളുകൾ പറയും, എൻ്റെ ജീവിതത്തിൽ കുറേ ക്രമീകരണങ്ങൾ ചെയ്യാനുണ്ട്, അതിനുശേഷം യേശുവിൻ്റെ അടുക്കൽ വരാമെന്ന്. എപ്പോഴാണ് യേശുവിൻ്റെ അടുക്കൽ വരേണ്ടത്? ഒരാൾ പനി പിടിച്ചിട്ട് താടിയൊക്കെ വളർത്തി മുടിയൊക്കെ വളർത്തി അങ്ങനെ മുഷിഞ്ഞ വേഷമായിട്ട് വീട്ടിൽ കിടക്കുകയാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ശരി എഴുന്നേൽക്കൂ, ഞാൻ ഡോക്ടറിൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടു പോകാമെന്ന്. അപ്പോൾ ഇയാൾ പറയുകയാണ്, ഞാൻ കുളിച്ചിട്ടില്ല, വസ്ത്രം മാറിയിട്ടില്ല, എൻ്റെ തലമുടി വെട്ടിയിട്ടില്ല, പനി കുറഞ്ഞിട്ട് ഡോക്ടറിൻ്റെ അടുക്കൽ വരാമെന്ന്. പനിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഡോക്ടറിൻ്റെ അടുക്കൽ പോകുന്നത്? പനി കുറഞ്ഞിട്ടാണോ ഡോക്ടറിൻ്റെ അടുക്കൽ കാണാൻ പോകുന്നത്? പനി കുറഞ്ഞിട്ടാണോ ഡോക്ടറിൻ്റെ അടുക്കൽ പോകുന്നത്? ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യമായിരിക്കുന്നതെന്ന്. പാപികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. നീ പാപിയാണെങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ല, എന്നാൽ നീ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുന്നില്ലെങ്കിൽ അത് കുഴപ്പമാണ്. നിന്റെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, എന്നാൽ നീ പാപങ്ങൾ ഏറ്റുപറയാതെ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു നല്ല വ്യക്തിയാണ് എന്ന് പുറമെ ചിന്തിച്ച് നടന്നാൽ അത് ഏറ്റവും അപകടകരമാണ്. കാരണം നിന്റെ മനസ്സറിയുന്നതായ കർത്താവിനെ നിനക്ക് ചതിക്കുവാൻ കഴിയില്ല. രാജാവിൻ്റെ വീട്ടിൽ ആലോചിക്കുന്ന വിഷയങ്ങൾ ദൂരെ ഇസ്രായേൽ രാജ്യത്തിലിരിക്കുന്ന പ്രവാചകൻ മനസ്സിലാക്കുമ്പോൾ ഈ വിഷയം രാജാവ് അറിഞ്ഞപ്പോൾ രാജാവിന് കോപമുണ്ടാകുവാനിടയായി. അങ്ങനെയെങ്കിൽ ആദ്യം അവനെ തന്നെ പിടിക്കുക,
ആ എലീശയെ പിടിച്ചുകൊണ്ടുവരിക. അപ്പോൾ ഭൃത്യന്മാർ പറഞ്ഞു, അയാൾ ഇന്ന സ്ഥലത്തുണ്ടായിരിക്കുന്നു, എങ്കിൽ പുറപ്പെടുക, അവിടെ ചെന്നിട്ട് അവനെ പിടിച്ചുകൊണ്ടുവരിക എന്ന് പറഞ്ഞു. അങ്ങനെ സൈന്യം ഇപ്പോൾ ഇസ്രായേൽ രാജാവിന് നേരെയല്ല, എലീശയുടെ നേരെ കടന്നു വരുന്നു. അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കും, നിനക്ക് മറുപടി നൽകും. കർത്താവേ, നീ കണ്ണു തുറക്കൂ എന്ന് പറഞ്ഞപ്പോൾ കണ്ണു തുറക്കാൻ 3 മാസം എടുത്തോ? അപ്പോൾ തന്നെ കണ്ണു തുറന്നു. ഇവന്റെ കണ്ണുകളെ അടയ്ക്കൂ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ കണ്ണടച്ചു. അതായത് പരിശുദ്ധാത്മാവാകുന്നതായ ദൈവം ഇപ്പോൾ നിനക്ക് വേണ്ടി ഈ ക്ഷണം തന്നെ വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് മതിയായ ദൈവമാണ്. നീ വലിയൊരു ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ലോകത്തിലുള്ളവനേക്കാൾ നമ്മിലുള്ളവൻ വലിയ ദൈവമാണ്. സകല ദുഷ്ടനെയും പിശാചിന്റെ തന്ത്രങ്ങളെയും എല്ലാം ജയിച്ച ദൈവമാണവൻ. പാതാളത്തെ ജയിച്ചവനാണവൻ. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ദൈവമാണവൻ. ഇന്നലെയും ഇന്നും എന്നേക്കും ഒരേ രീതിയിലുള്ളവനാണവൻ. അന്നത്തെ ചരിത്ര സത്യങ്ങൾ മാത്രമല്ല, ഇന്നും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയും. നിങ്ങൾ ദൈവത്തോട് പറയുക, വായു തുറന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം വയ്ക്കുക. ദൈവം നിങ്ങളുടെ പക്ഷത്തുണ്ട്. നിങ്ങളുടെ ഹൃദയ രഹസ്യങ്ങൾ അവനോട് തുറന്നു പറയുക. കർത്താവിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും, നിങ്ങൾക്ക് ജയം നൽകും. പിശാചിന്റെ സകല തന്ത്രങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും നിങ്ങളെ വിടുവിക്കുകയും ചെയ്യും. ദയവ് ചെയ്ത് തലകളെ വണക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഞങ്ങൾ നീ തിരഞ്ഞെടുത്ത, നീ വേർതിരിക്കപ്പെട്ട നിന്റെ മക്കളാണ്. ഇവിടേക്ക് ഞങ്ങളെ കൂട്ടിവരുത്തതിന് വേണ്ടി നിന്നെ സ്തുതിക്കുകയാണ്. ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികളും നിന്റെ ദൃഷ്ടിയിൽ വിലയേറിയ മക്കളായിരിക്കുന്നല്ലോ. നിന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണെന്നും നിന്നാൽ അനുഗ്രഹിക്കപ്പെട്ടതായ ആളുകളാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ സമയത്ത് ഇപ്പോൾ തന്നെ പിശാചിന്റെ ബന്ധനത്തിലായിരിക്കുന്നവരെ നസറേനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ്. അവരുടെ ബന്ധനങ്ങളെ അഴിക്കുകയാണ്. അന്ന് നീ നിന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് നാനാ വ്യാധികളെയും രോഗങ്ങളെയും സുഖപ്പെടുത്തുവാൻ, അതുപോലെ ഭൂതങ്ങളെ പുറത്താക്കുവാനും നീ അധികാരം കൊടുക്കാനിടയായി. ആ അധികാരത്താൽ ഇവിടെയായിരിക്കുന്ന രോഗബാധിതരായിരിക്കുന്നവരെ സൗഖ്യപ്പെടുത്തുകയാണ് കർത്താവേ. പിശാചിനാൽ പീഡിപ്പിക്കപ്പെടുന്നതായ ആളുകളെ വിടുവിക്കുകയാണ് കർത്താവേ. പാപത്തിനും ദുശീലത്തിനും അടിമകളായിട്ട് ജീവിതത്തിൽ അസൂയയും പിണക്കവും വെറുപ്പുമുണ്ടാക്കി, ശത്രുത്വത്തിനും പകയ്ക്കും ഇടം കൊടുത്ത്, വ്യഭിചാരത്തിന് ഇടം കൊടുത്ത്, ദുർനടപ്പിന് ഇടം കൊടുത്തുകൊണ്ട് സ്വയം നശിച്ചുകൊണ്ടിരിക്കുന്നതായ എല്ലാ വ്യക്തികളെയും ഇപ്പോൾ തന്നെ നിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. ഇനിയൊരിക്കലും പാപത്തിന്റെ പിന്നാലെ പോകാതെ കർത്താവിനെ അനുസരിച്ചുകൊണ്ട് പുതിയൊരു ജീവിതം ജീവിക്കുവാൻ സഹായിക്കണമേ. നിന്റെ ആത്മാവിന്റെ പ്രവൃത്തികൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ സഹായിക്കണമേ. നിന്റെ അത്ഭുത കാര്യങ്ങൾ ഞങ്ങളിൽ ചെയ്യുമാറാകണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.